വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പായസമാണ്. നുറുക്ക് ഗോതമ്പ് യൂസ് ചെയ്തിട്ടുള്ള പായസം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നുറുക്ക് ഗോതമ്പ് പായസത്തിന്റെ രുചിയിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു ടേസ്റ്റുള്ള പായസമാണ് ഇന്നത്തേത്. കാരമൽ ടേസ്റ്റിലുള്ള നുറുക്ക് ഗോതമ്പ് പായസം. കാരമൽ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ആളുകൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ആ ഒരു ഫ്ലേവറിലുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരുപാട് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസം. കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. നമ്മളിന്ന് പായസം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നുറുക്ക് ഗോതമ്പാണ്. ഇതൊരു കപ്പുണ്ട്. ഇത് നന്നായി കഴുകി ഒരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം കഴുകി വാരിയിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് യൂസ് ചെയ്ത് കാരമൽ പായസമാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അത് വേറൊരു പാത്രത്തിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുക്കറിൽ തന്നെ ചെയ്താൽ മതി. ഈ ഒരു പായസത്തിലേക്ക് നമുക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര ആദ്യം കാരമലൈസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി 3/4 കപ്പും കൂടെ ആഡ് ചെയ്താൽ മതി. പഞ്ചസാര എളുപ്പത്തിലൊന്ന് ഉരുകി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ അത്രയും മതി. സ്പൂൺ വെച്ചിട്ട് ഇളക്കണമെന്നൊന്നുമില്ല. കുക്കർ പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാര ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് കഴുകി വെള്ളം വാർത്ത് വെക്കണം. പതുക്കെ ആയിട്ട് കളർ ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച ശേഷം പതുക്കെ ഇളക്കി കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും ബ്രൗൺ ആക്കി എടുക്കണം. ഇപ്പോൾ ഒരു തേനിൻ്റെ കളറായിട്ടുണ്ട്. കുറച്ചും കൂടെ ഡാർക്കൺ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ കാരമൽ സിറപ്പിൻ്റെ ടെമ്പറേച്ചർ നന്നായി കൂടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. കൂടാതെ ഫ്ലെയിം നന്നായി കുറയ്ക്കുകയും വേണം. ഇത്രയും മതി. ഇനിയും കൂടുതലായിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞിട്ട് വേണം നമുക്ക് പാൽ ഒഴിക്കാൻ. ഇനി ഇതിലേക്ക് പാല്, ഇത് 5 കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടും ഒഴിക്കാം. ഇതിലേക്കൊരു 3 ഏലക്കായും കൂടെ ചേർക്കാം. ഏലക്കായുടെ പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. പായസം പാകമായി വരുന്ന സമയത്ത് ചേർത്താൽ മതി. ഈ പായസത്തിലേക്ക് ആവശ്യമുള്ള 1.5 കപ്പ് പഞ്ചസാരയിൽ പകുതി നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്യാൻ എടുത്തു. അതിൻ്റെ ബാക്കി പകുതി പഞ്ചസാരയാണിത്. 3/4 കപ്പ് ഇതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. അത് നമ്മുടെ ഒരു ചോയ്സിനനുസരിച്ച് ചേർക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തു, ഒരു 2 പിഞ്ച്. നമ്മളിതിനകത്ത് 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതൊരു മീഡിയം മധുരമാണ് ഉണ്ടാവാൻ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കി കുക്കറിന് വിസിൽ വരാനായിട്ട് ഗ്യാപ്പ് കൊടുക്കരുത്. അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാലെല്ലാം അങ്ങ് സ്റ്റീമിൽ പുറത്തു വരും. അപ്പോൾ നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പല കുക്കറിലും സ്റ്റീം വരും. അതുകൊണ്ട് തന്നെ മിക്കവാറും 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1/2-3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അടച്ചു വയ്ക്കാം. സ്റ്റീമൊന്നും വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോസിലിൽ ബ്ലോക്ക് ഇല്ല എന്നുള്ളതാണ്. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. മിക്കവാറും ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. വിസിൽ വരാനായിട്ട് വെക്കരുത്. വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് തന്നെ ഓഫ് ചെയ്യാം.
15 മിനിറ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോയി കളയരുത്. എപ്പോഴാണ് ഇതിൻ്റെ ഒരു വിസിൽ വരാൻ തുടങ്ങുന്നത് വെച്ചാൽ അന്നേരം അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഒരു 15 മിനിറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് തുറക്കാനായിട്ട്. ഒരു 18 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു വിസിൽ വരുന്ന സമയമായി തുടങ്ങി, കുറേശ്ശെ ഒരു സ്റ്റീം വരാൻ തുടങ്ങി. ആ സമയത്ത് ഓഫ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. ഗോതമ്പെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പാല് തിളച്ച് ഇവിടെ എല്ലാം ഒട്ടിപ്പിടിച്ചതാണ്. അതെല്ലാം നമുക്ക് പായസത്തിലേക്ക് തന്നെ മാറ്റിയേക്കാം. ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് നുറുക്ക് ഗോതമ്പും അതിലേക്ക് 5 കപ്പ് പാല്. 5 കപ്പ് പാലെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും ഒന്നുപോലെ ഡൈല്യൂട്ട് ചെയ്യാം. തനിപ്പാൽ മാത്രമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പാല് മാത്രമാണ്. അതിലേക്ക് പിന്നെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ എടുത്ത് 2 കപ്പ് പഞ്ചസാരയാക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് കാരമൽ ഫ്ലേവറിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും നെയ്യിൽ വറുത്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നെയ്യിൽ വറുത്ത് ചേർക്കുകയും ചെയ്യാം. നമുക്കെന്തായാലും പായസത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം മൂപ്പിച്ചിടാം. അതിനായിട്ട് 1-2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി. ഇത് പാകത്തിന് മൂത്ത് വരുമ്പോൾ വേണം മുന്തിരി ചേർക്കാനായിട്ട്. അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി. മുന്തിരിയും മൂത്ത് വന്നു. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പീസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.